നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷന്മാർ ചുമതലയേറ്റു. വൈസ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തെ മാറ്റിമറിച്ച പിണറായി പാറപ്പുറ സമ്മേളനത്തിന്റെ 86ാം വാർഷികാചരണം ഞായറാഴ്ച. പിണറായിയിലും പാറപ്പുറത്തും പ്രത്യേക പരിപാടികൾ. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ഈ സർക്കാർ നിരവധി നയപരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് കെ.പി. മോഹനൻ എം.എൽ.എ. സീനിയർ സിറ്റിസൺ ഫോറം 29ാം ജില്ലാ സമ്മേളനം പാനൂരിൽ നടന്നു. തലശ്ശേരി സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി തലശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ സംഘടിപ്പിക്കുന്ന സഹകരണോത്സവം ഡിസംബർ 31-ന് സ്പീക്കർ അഡ്വക്കേറ്റ് A.N. ഷംസീർ ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 7-നെതിരെ 18 വോട്ടിനാണ് UDF-ലെ ബേബി തോലേനിയെ പരാജയപ്പെടുത്തിയത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി LDF-ലെ ടി ഷബ്നയെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ ബിനോയ് കുര്യനെ തെരഞ്ഞെടുത്തു. 7-നെതിരെ 18 വോട്ടിനാണ് UDF-ലെ ബേബി തോലേനിയെ പരാജയപ്പെടുത്തിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് കുര്യൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ ഏറെ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഭരണ സംവിധാനമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം മികച്ച നിലയിൽ തന്നെ ഭരണസമിതി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഒട്ടേറെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനുമുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുമുണ്ടെന്നാണ് കാണുന്നത്. ജില്ലയിൽ കാർഷിക മേഖലയിൽ പുതിയ സാങ്കേതികവിദ്യകളും സാധ്യതകളുമെല്ലാം ഉപയോഗപ്പെടുത്തി കൃഷി കൂടുതൽ ആദായകരമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നതാണ്. വൈസ് പ്രസിഡന്റായി ഏകകണ്ഠമായാണ് ഷബ്നയെ തെരഞ്ഞെടുത്തത്. UDF-ന് ജില്ലാ പഞ്ചായത്തിൽ വനിതാ അംഗമില്ലാത്തതിനാലാണ് വോട്ടെടുപ്പ് ഒഴിവായത്. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തെ മാറ്റിമറിച്ച പിണറായി പാറപ്പുറ സമ്മേളനത്തിന്റെ 86ാം വാർഷികാചരണത്തിന് ഞായറാഴ്ച പിണറായിയിലും പാറപ്പുറത്തുമായി തുടക്കമാകുമെന്ന് CPM പിണറായി ഏരിയ സെക്രട്ടറി K. ശശിധരനും സംഘാടക സമിതി ചെയർമാൻ K. രാജീവനും തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പോയകാല പ്രവർത്തനങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് അത് വരുംകാല സമര പോരാട്ടങ്ങൾക്ക് ഇന്ധനമാക്കുവാനുള്ള ശക്തി സംഭരണമാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും ഇരുവരും പറഞ്ഞു. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തെ മാറ്റിമറിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രപ്രസിദ്ധമായ പിണറായി പാറപ്പുറം സമ്മേളനത്തിൻ്റെ 86ാം വാർഷികമാണ് ഈ ഡിസംബറിൽ പാറപ്പുറത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചത്. 939 ഡിസംബർ അവസാനമാണ് 1041 കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ നേതാക്കന്മാർ പാറപ്പുറത്ത് ഒത്തുചേരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ പരസ്യ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് കേരളം ഏതെല്ലാം നിലയിൽ മാറിയിട്ടുണ്ടോ അതിനെല്ലാം ആധാര ശിലയിട്ടത്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ പിറവിക്ക് ശേഷം 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. ആ മന്ത്രിസഭയാണ് EMSന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭൂപരിഷ്കരണം ഉൾപ്പെടെ വിദ്യാഭ്യാസ പരിഷ്കാരം ഉൾപ്പെടെയുള്ള നിരവധിയായ നിയമനിർമ്മാണങ്ങളിലൂടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനുള്ള അടിത്തറ പാകിയിട്ടുള്ളത്. ആ അടിത്തറയിന്മേലാണ് പിന്നീട് വന്ന സർക്കാരുകളെല്ലാം ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയിട്ടുള്ളത്. ആ മാറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് നിർണായകമാണ്. പിണറായി പാറപ്പുറം സമ്മേളനത്തിൻ്റെ 86ാം വാർഷികം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ പോയകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം അയവിറക്കാനും പുതിയ പോരാട്ടത്തിൻ്റെ ശംഖുലി മുഴക്കാനും അതോടൊപ്പം തന്നെ ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ കേരളീയ സമൂഹം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ ഓർമ്മപ്പെടുത്താനും വരും പോരാട്ടങ്ങൾക്ക് ഊർജം പകരാനുമുള്ള ഒരു സമ്മേളനമാക്കി, വാർഷികാചരണ പരിപാടിയാക്കി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ സമ്മേളനത്തിൻ്റെ വാർഷികത്തെ മാറ്റാനാണ് CPIMന്റെ പിണറായി ഏരിയ കമ്മിറ്റി തീരുമാനം. പിണറായി പാറപ്പുറം സമ്മേളനത്തിന്റെ 86ാം വാർഷികാചരണത്തിന് ഞായറാഴ്ച തുടക്കമാകും. വാർഷികാചരണത്തിന്റെ ഭാഗമായി പിണറായി ഏരിയയിലെ 285 പാർട്ടി കേന്ദ്രങ്ങളിലും പാറപ്പുറത്തെ 350 വീടുകളിലും രാവിലെ പതാക ഉയർത്തും. പാറപ്പുറം സമ്മേളനത്തിന് നേതൃത്വം നൽകിയ പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ നിന്നും പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പാർട്ടി പതാക ജാഥയുടെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് M. സുരേന്ദ്രനും കൊടിമര ജാഥയുടെ ഉദ്ഘാടനം പാറപ്പുറം സമ്മേളന സ്മാരക സ്തൂപത്തിൽ നിന്ന് K. ശശിധരനും നിർവഹിക്കും. ഡിസംബർ 30 വൈകിട്ട് പാറപ്പുറത്ത് പൊതുസമ്മേളനം ചേരും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പിണറായി സബ്സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ഇത്തവണ വരുന്നത് പാറപ്പുറത്താണ്. ആ പാറപ്പുറത്തിൻ്റെ ചുവന്ന മണ്ണിൽ രൂപീകരണ സമ്മേളനം നടന്ന മണ്ണിൽ വെച്ചാണ് ഇത്തവണ വാർഷികാചരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർഷികാചരണത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ചുവപ്പ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും സബ്സ്റ്റേഷൻ പരിസരത്ത് കേന്ദ്രീകരിച്ചാണ് ആരംഭിക്കുക. സമാപന സമ്മേളനത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് MB ഗോവിന്ദൻ മാസ്റ്ററും പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് KK രാഗേഷ് ഉൾപ്പെടെയുള്ള സമാരാധ്യരായ നേതാക്കന്മാരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർഷികാചരണ പരിപാടിയുടെ ഭാഗമായി നാളെ 28-ാം തീയതി പിണറായി ഏരിയയിലെ 4 പഞ്ചായത്തുകളിലെ 255 പാർട്ടി ബ്രാഞ്ചുകളിലും 12 ലോക്കൽ കമ്മിറ്റി ആസ്ഥാനത്തും ഏരിയ കമ്മിറ്റി ആസ്ഥാനത്തും കാലത്ത് പാർട്ടി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തുകൊണ്ട് പതാക ഉയർത്തുകയും ചെയ്യും. നാളെ വൈകുന്നേരം പാറപ്പുറത്ത് നടക്കുന്ന സമാപന പരിപാടിയുടെ സ്ഥലത്ത് പതാക ഉയർത്തൽ ചടങ്ങ് കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്ക് പിണറായി പാറപ്പുറം സമ്മേളനത്തിൻ്റെ നടത്തിപ്പിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിർവഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്റർ. ആ സമ്മേളനം ചേരുന്നതിന് സാഹചര്യമൊരുക്കുന്നതിൽ പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്റർ നേതൃത്വത്തിലുള്ള ഇടപെടൽ ശ്രദ്ധേയമായിരുന്നു. പോലീസിൻ്റെ കണ്ണുപൊട്ടിച്ച് നടത്തുന്ന ആ സമ്മേളനത്തിൽ പിണറായി ഓലേമ്പലത്ത് RCML സ്കൂളിൽ അധ്യാപകരുടെ മറ്റൊരു സമ്മേളനം ചേരുകയും പോലീസിൻ്റെ ശ്രദ്ധയെല്ലാം ആ സമ്മേളനത്തിലേക്ക് തിരിച്ചുവിടുകയും അങ്ങനെ പോലീസിൻ്റെ ശ്രദ്ധയില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് ഒത്തുചേരാൻ അവസരമുണ്ടാക്കി കൊടുത്തത് പാണ്ഡ്യാലയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി പ്രവർത്തകരാണ്. ആ പാണ്ഡ്യാലയുടെ സ്മൃതി കുടീരത്തിൽ നിന്നാണ് സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക കൊണ്ടുപോകുന്നത്, പാറപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, മറ്റ് നേതാക്കളായ M. സുരേന്ദ്രൻ, K. ശശിധരൻ, K. മനോഹരൻ, T. ശബ്ന, K. അനുശ്രീ എന്നിവർ സംസാരിക്കും.
തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി കെ ശശിധരൻ, ഏരിയ കമ്മിറ്റി അംഗം കെ രാജീവൻ, പാറപ്രം ലോക്കൽ സെക്രട്ടറി കൈപ്രത്ത് പ്രസാദൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ രാഘവൻ, എടക്കണ്ടി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ഈ സർക്കാർ നിരവധി നയപരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് കെ മോഹനൻ MLA. എന്നാൽ പൂർണ്ണമായ സംതൃപ്തിയാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സീനിയർ സിറ്റിസൺസ് ഫോറം 29ാം ജില്ലാ സമ്മേളനത്തിൻ്റെ കൗൺസിൽ യോഗം PRM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ഈ സർക്കാർ നിരവധി നയപരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും എന്നാൽ പൂർണ്ണമായ സംതൃപ്തിയാണ് ലക്ഷ്യമിടുന്നതെന്നും കെ മോഹനൻ MLA പറഞ്ഞു. തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് നിങ്ങളുടെയൊക്കെ തന്നെ അനുഗ്രഹം കൊണ്ടാണ്. അത് നല്ല രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ വയോജനങ്ങൾ എന്ന് പറയുന്നത് അവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ പലതരത്തിലുമുണ്ട്. അതിലേറ്റവും പ്രാധാന്യം ഇപ്പോൾ ഞാൻ വയോജന സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ സീനിയർ സിറ്റിസൺ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, നിയമസഭാ സമിതിയുടെ ചെയർമാനായിരുന്നു. ആ ചെയർമാനായ സമയത്ത് ഏകദേശം ഒരാഴ്ചക്ക് 10-15 നിവേദനങ്ങൾ വരും. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് മക്കൾ അച്ഛനെ എവിടെയെങ്കിലും കൊണ്ടാക്കി അനാഥ കേന്ദ്രത്തിലൊക്കെ തന്നെ ആക്കിയിട്ട് മക്കൾക്ക് സുഖമായി ജീവിക്കാനുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അതിർത്തി തർക്കങ്ങൾ, ഇതൊക്കെ തന്നെയുണ്ട്. എല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറേയൊക്കെ തന്നെ അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അതിൻ്റെ നടപടികളുമായിട്ടാണ് സീനിയർ സിറ്റിസൺ സമിതി മുന്നോട്ട് പോകുന്നത്. സർക്കാരിൽ നിന്നും വയോജനങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്ത് മുൻഗണന നിശ്ചയിച്ച് നൽകിയാൽ ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് വയോജനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക താൽപര്യമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് അബ്രഹാം തോണക്കര അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് N ഗോപിനാഥപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി P കുമാരൻ സംഘടനാ റിപ്പോർട്ടും സെക്രട്ടറി BP ചാത്തു ഭാവി പ്രവർത്തനങ്ങളും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് മേജർ ജനറൽ G പത്മിനി, CV രവീന്ദ്രൻ, AV മോഹനൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി CK രഘുനാഥൻ നമ്പ്യാർ സ്വാഗതവും ബ്ലോക്ക് കൺവീനർ C അച്യുതൻ നന്ദിയും പറഞ്ഞു. തലശ്ശേരി ക്ലസ്റ്റർ തല സപ്തദിന സഹവാസ ക്യാമ്പുകൾക്ക് തുടക്കമായി. ചടങ്ങിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചുണ്ടങ്ങാപ്പൊയിൽ NSS യൂണിറ്റ് സ്വരൂപിച്ച പുസ്തകങ്ങൾ ഉപയോഗിച്ച് ആരംഭിക്കുന്ന വള്ളിയായി ഗ്രാമീണ ലൈബ്രറിയുടെയും അംഗനവാടി ദത്തെടുക്കൽ പദ്ധതിയുടെ ഭാഗമായുള്ള സ്നേഹാങ്കണം പദ്ധതിയുടെ പ്രഖ്യാപനവും നടന്നു. ഈസ്റ്റ് വള്ളിയ UP സ്കൂളിൽ രാജ്യസഭാ MP V ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ക്ലസ്റ്റർ തല സപ്തദിന സഹവാസ ക്യാമ്പുകളുടെയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചുണ്ടങ്ങാപ്പൊയിൽ NSS യൂണിറ്റ് സ്വരൂപിച്ച പുസ്തകങ്ങൾ ഉപയോഗിച്ച് ആരംഭിക്കുന്ന വള്ളിയായി ഗ്രാമീണ ലൈബ്രറിയുടെയും അംഗൻവാടി ദത്തെടുക്കൽ പദ്ധതിയുടെ ഭാഗമായുള്ള സ്നേഹാങ്കണം പദ്ധതിയുടെ പ്രഖ്യാപനവും രാജ്യസഭാ MP V ശിവദാസൻ നിർവഹിച്ചു. ഈസ്റ്റ് വള്ളിയായി UP സ്കൂളിലാണ് പരിപാടി നടന്നത്. മതം ഏതെങ്കിലും ആവട്ടെ എന്ന പാട്ട് പാടിയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ നാട്ടിൽ എവിടെയെങ്കിലും സ്ഥലമുണ്ട്? നിങ്ങളുടെ ചുറ്റുവട്ടം ജീവിക്കുന്ന നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ നാട്ടിൽ എവിടെയാണ്? ഇല്ലാത്ത സ്ഥലം ഉണ്ടാവും. എല്ലാ സ്ഥലങ്ങളും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിച്ചോട്ടെ. ഒന്നെങ്കിൽ ചില പ്രത്യേക പാർട്ടിക്കാർ മാത്രം ഇരിക്കാൻ പറ്റുന്ന സ്ഥലം, അല്ലെങ്കിൽ ചില പ്രത്യേക മതക്കാർ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം. ഒരു ജാതിയിലും പെടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ഒരു ജാതി സംഘടനയിലും പെടാത്ത
ഒരു മതത്തിൽ വിശ്വസിക്കാത്ത ഞാൻ മനുഷ്യനാണ് എന്ന ചിന്തയിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, മതവിശ്വാസം ഉണ്ടാവാം, പക്ഷെ ഞാൻ ഇപ്പൊ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇടപെടാൻ പറ്റുന്ന നിലയിലുള്ള ഒരു സ്ഥലം എവിടെയാണ് എന്നാണ് ചോദ്യം. അങ്ങനെ ഒരാൾ ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ എത്ര സ്ഥലം ഉണ്ടാവും? അവിടെയാണ് വായനശാലകളുണ്ട് എന്ന് പറയുമ്പോഴും വായനശാലകളുണ്ട് എന്ന് പറയുമ്പോഴും ആ വായനശാലകളുടെ പരിമിതി എന്താണ്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിന്റെ ദേവാലയം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട്ടിലെ അംഗനവാടി വായനശാല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ബാലകൃഷ്ണൻ, വാർഡ് കൗൺസിലർ ശൈലജ, NSS കണ്ണൂർ സൗത്ത് ജില്ലാ കൺവീനർ KM പ്രേംജിത്ത്, SSS പ്രോഗ്രാം ഓഫീസർ PM വിദ്യ, M രാജശ്രീ, A വിനോദൻ, KP ഷമീമ, ശ്രീരഞ്ജിനി, KK അമൃത, NK ജയപ്രസാദ്, K രാജീവൻ, പ്രേമചന്ദ്രൻ മാണിയത്ത്, ബാലകൃഷ്ണൻ മാസ്റ്റർ, പ്രദീപൻ മാസ്റ്റർ, KB ഷനീബ് എന്നിവർ സംസാരിച്ചു. തലശ്ശേരി സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി തലശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ സംഘടിപ്പിക്കുന്ന സഹകരണോത്സവം ഡിസംബർ 31 നടക്കും. രാവിലെ 10 കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി തലശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ സംഘടിപ്പിക്കുന്ന സഹകരണോത്സവത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിക്കും. ഡിസംബർ 31 രാവിലെ 10 മണിക്ക് തലശ്ശേരി സഹകരണ റൂറൽ ബാങ്ക് E നാരായണൻ ബാങ്ക്വറ്റ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനാവും. നിക്ഷേപ സമാഹരണത്തിൽ മികച്ച നേട്ടം കൈവരിച്ച തലശ്ശേരി സർക്കിളിലെ സഹകരണ സംഘങ്ങൾക്കുള്ള പുരസ്കാരം റബ്കോ ചെയർമാൻ കാരായി രാജൻ വിതരണം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. സാധാരണഗതിയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 14 തീയതി മുതൽ 21 വരെയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സഹകരണ വാരാഘോഷം സംഘടിപ്പിച്ചു വരാറ്. നെഹ്റുവാണ് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലക്കാണ് നെഹ്റുവിന്റെ ജന്മദിനം മുതൽ ഒരാഴ്ചക്കാലം സഹകരണ വാരാഘോഷം സംഘടിപ്പിച്ചു വന്നിരുന്നത്. അങ്ങനെ ഇത്തവണ കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പായതുകൊണ്ട് വാരാഘോഷ പരിപാടി ഒരു ഔദ്യോഗിക പരിപാടി കൂടി ആയതുകൊണ്ട് അതിൽ മാറ്റം വരുത്തി. അതിപ്പോൾ ഈ 29 തീയതി മുതൽ ഡിസംബർ 29 മുതൽ ജനുവരി 4 വരെ സംഘടിപ്പിക്കാനാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സംവിധാനമാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനും അതിന്റെ താഴെ സർക്കിൾ അടിസ്ഥാനത്തിലുള്ള കോഓപ്പറേറ്റീവ് യൂണിയനുകളും. ക്രെഡിറ്റ് സംഘങ്ങൾ മാത്രമല്ല, സഹകരണ മേഖലയുടെ എല്ലാ മേഖലയിലുള്ള സഹകരണ സംഘങ്ങളുടെയും ഏകോപനമാണ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്നുള്ള നിലക്ക് നിർവഹിച്ചു പോരുന്നത്. അത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെയർമാൻ, അതിന്റെ സംവിധാനം, അതോടൊപ്പം തന്നെ സെക്രട്ടറി ആയിട്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ എന്നുള്ള നിലക്കാണ് പ്രവർത്തിച്ചു പോരുന്നത്. ഞാൻ അതിനെ പൊതുവായിട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത്തവണ ഇതിന്റെ ഭാഗമായിട്ടുള്ള വാർഷിക പരിപാടി മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാറ്റിയ തീയതിക്കകത്ത് നിശ്ചയിച്ചിട്ട് 29 തീയതി തൃശ്ശൂരിൽ വെച്ചാണ് അതിന്റെ ഉദ്ഘാടനം, 4 തീയതി ആലപ്പുഴയിലാണ് അതിന്റെ സമാപനം, സംസ്ഥാനതല പരിപാടി. സർക്കിൾ തല പരിപാടി ഈ ഡിസംബർ 31 തീയതിയാണ് തലശ്ശേരി സഹകരണ റൂറൽ ബാങ്കിന്റെ E നാരായണൻ ബാങ്ക്വറ്റ് ഹാളിലാണ് ആ പരിപാടി. രാവിലെ 10 മണിക്കാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങ്. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറാണ് ഈ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം KK നാരായണൻ, സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ MK സൈബുനിസ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. തുടർന്ന് ദേശീയ സഹകരണ നയവും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ പാക്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി P ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ആ ചടങ്ങ് വിവിധങ്ങളായുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ വാർഷിക ഇതിന്റെ ഭാഗമായിട്ട് നിരവധി മത്സരങ്ങളും മറ്റും സംഘടിപ്പിക്കുകയുണ്ടായി. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സഹകാരികൾക്ക്, ജീവനക്കാർക്കെല്ലാമായിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ സഹകരണ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിക്ഷേപ സമാഹരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സംഘത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഈ 2 ഇനങ്ങളിൽ നടന്ന മത്സര പരിപാടികളുടെ വിജയികൾക്കുള്ള സമ്മാനങ്ങളിൽ റബ്കോവിന്റെ ചെയർമാൻ ശ്രീ കാരായി രാജനാണ് സമ്മാനദാനം നിർവഹിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള KK നാരായണനും സഹകരണ സംഘത്തിന്റെ ജില്ലാ ഡെപ്യൂട്ടി രജിസ്ട്രാറായിട്ടുള്ള MK സൈബുനിസയും ചടങ്ങിലെ മുഖ്യ അതിഥികളായിട്ട് പങ്കെടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ സഹകരണ
വാർഷിക പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ദേശീയ സഹകരണ നയവും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവും എന്നുള്ളതാണ് ആ സെമിനാറിന്റെ വിഷയം. ആ വിഷയത്തിൽ നല്ല പ്രസക്തിയുണ്ട്. പത്രപ്രവർത്തകരായ സുഹൃത്തുക്കൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് അടുത്ത് അറിയാവുന്ന ആളുകളാണ്. ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ പഠനത്തിന് വിധേയമാക്കണമെന്ന് അഭ്യർത്ഥന എനിക്കുണ്ട്. അനധികൃതമായുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. സഹകരണ മേഖലയിലെ വരുതിയിലാക്കാൻ കേന്ദ്ര കൃഷി വകുപ്പിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റായ സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, തെറ്റായ നയങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഈ ദേശീയ സഹകരണ നയത്തിൽ അത്തരത്തിലുള്ള കുറെ വികലമായ കാഴ്ചപ്പാടുകളുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനും ശക്തമായിട്ട് അതിന് പ്രതിരോധം ചമക്കാനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ള നിലക്കാണ് സഹകരണ നയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ അത് ബാധിക്കുന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ ഈ സഹകരണോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. വി.എ. നാരായണൻ, എം.സി. പവിത്രൻ, എൻ.വി. രമേശൻ, കെ. വിനയരാജ്, ഇ. പ്രമോദ്, മനോജ് അണിയാരം, എം. വിനോദൻ എന്നിവർ സെമിനാറിൽ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ തലശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി. അനിൽ, സെക്രട്ടറി പി. രാജേഷ്, സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ ശ്രീജിത്ത് ചോയൻ, സന്ധ്യ സുകുമാരൻ, പി. ബിജോയ് എന്നിവർ പങ്കെടുത്തു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി എൻ. അനൂപും വൈസ് പ്രസിഡന്റായി കെ. എം. സപ്നയും ചുമതലയേറ്റു. എതിരില്ലാതെയായിരുന്നു തെരഞ്ഞെടുപ്പ്. കെ. പ്രദീപനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൻ. അനൂപിന്റെ പേര് നിർദ്ദേശിച്ചത്. വരക്കോൽ പുരുഷു പിന്താങ്ങി. റിട്ടേണിംഗ് ഓഫീസർ കെ. എം. ശ്രീലീന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഉപവരണാധികാരി അനിഷയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി. കെ. രമ്യ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റുമാരായ വി. കെ. രാഗേഷ്, കെ. പി. ഷമീമ, കെ. പി. വിജയൻ എന്നിവരും ജയാനന്ദൻ മാസ്റ്റർ, ഷാജി എം. ചുക്ലി, കെ. എം. പവിത്രൻ, വരക്കോൽ പുരുഷു, ആരതി ടീച്ചർ, എ. പി. നന്ദനൻ, ടി. ജയേഷ്, ദിനേഷ് ബാബു, പഞ്ചായത്ത് പ്രസിഡന്റ് എൻ. അനൂപ്, ടി. കെ. റീത്ത, ഉഷ, കിരൺ കരുണാകരൻ, പപ്പൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സഖാവ് എൻ. അനൂപ് ചുമതലയേറ്റെടുത്തിരിക്കുകയാണ്. ഭരണരംഗത്തെ മുൻപരിചയം മാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നേരത്തെ ഭരണരംഗത്തിന്റെ അനുഭവവുമായിട്ടാണ് സഖാവ് ഈ പദവിയിലെത്തുന്നത്. സംഘടനാ രംഗത്തും യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായും അതുപോലെ തന്നെ റേഡിയോ രംഗത്തും പൊതുവെ CPM-ന്റെ ഭാഗമായും നിരവധി ചുമതലകൾ വഹിച്ച അനുഭവമായാണ് സഖാവ് ഈ പഞ്ചായത്തിന്റെ ഭരണസാരത്തെ ഏറ്റെടുക്കുന്നത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ, ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്
ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. മലയാള കലാനിലയം 22ാം വാർഷികം ജനുവരി 4 വരെ വിവിധ പരിപാടികളോടെ നടക്കും. 29-ന് ലളിതകലാ അക്കാദമി സെക്രട്ടറി എബിയൻ ജോസഫ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാള കലാനിലയം 22ാം വാർഷികം ജനുവരി 4 വരെ വിവിധ പരിപാടികളോടെ നടക്കും. 29-ന് ലളിതകലാ അക്കാദമി സെക്രട്ടറി എബിയൻ ജോസഫ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. 15ാമത് കലാമണ്ഡലം സുനിൽകുമാർ സ്മാരക പുരസ്കാരം പ്രസിദ്ധ നാടകപ്രവർത്തകൻ ജയചന്ദ്രൻ തകഴിക്കാരന് സമർപ്പിക്കും. 2 ദിവസങ്ങളിലായി നൃത്തോത്സവവും 3 ദിവസങ്ങളിലായി സംഗീതോത്സവവും സംഘടിപ്പിക്കും. ഉദ്ഘാടന ദിനത്തിൽ 50 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ചെണ്ടമേളം അരങ്ങേറും. 10 വർഷം മലയാള കലാനിലയത്തിൽ സേവനം നടത്തിയവർക്ക് രജതമുദ്രയും അധ്യാപകർക്ക് സുവർണമുദ്രയും സമർപ്പിക്കും. ചിത്രപ്രദർശനം, ലീഫ് ആർട്ട്, വാദ്യോത്സവം, തായമ്പക അരങ്ങേറ്റം, മോഹിനിയാട്ടം തുടങ്ങിയ കലാപരിപാടികൾ വാർഷികത്തിന്റെ ഭാഗമായി നടക്കും. കുട്ടുപറമ്പ് 26 ജനുവരി 4 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. 29-ാം തീയതി മറവിളികെട്ടിൽ വെച്ച് പ്രശസ്ത ചിത്രകാരൻ എബിൻ ജോസഫാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 2 ദിവസത്തെ നൃത്തോത്സവം, 3 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം, അതുപോലെ ലീഫാർട്ട് ഉൾപ്പെടെയുള്ള ചിത്ര പ്രദർശനം, കവി സമ്മേളനം തുടങ്ങിയവയൊക്കെയാണ് പ്രധാന പരിപാടികൾ. 4-ാം തീയതി വരെ 7 ദിവസങ്ങളിലായിട്ട് കൂത്തുപറമ്പിലെ വിവിധ വേദികളിലായി അവതരിപ്പിക്കപ്പെടും. കൂത്തുപറമ്പ് ടൗൺ സ്ക്വയർ, സിറ്റി ഓഡിറ്റോറിയം, മലയാള കലാനിലയം ഹാള് എന്നീ പ്രത്യേകം സജ്ജമാക്കിയ വേദികളിൽ വെച്ചാണ് നടത്തുന്നത്. അതിനുള്ള മറ്റൊരു പ്രത്യേകത, കലാനിലയത്തിലെ 2 പ്രവർത്തകർ നമ്മെ വിട്ടുപോയിട്ടുണ്ട്. പ്രസിദ്ധ നാടക പ്രവർത്തകൻ രാഘവൻ കാളിയും പ്രസിദ്ധ ചിത്രകാരൻ പവിത്രൻ കൂത്തുപറമ്പും. അവരുടെ പേരിലാണ് 2 മണ്ഡപങ്ങൾ കലാനിലയം ഈ വർഷത്തെ വാർഷിക ആഘോഷത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത, 150-ലധികം നൃത്ത വിദ്യാർത്ഥികളും അത്ര തന്നെ സംഗീത വിദ്യാർത്ഥികളും ഇപ്രാവശ്യം അരങ്ങേറുന്നു എന്നുള്ളതാണ്.
ഉദ്ഘാടന ദിവസമായ 29-ാം തീയതി ടൗൺ സ്ക്വയറിൽ 50 വാദ്യ കലാകാരന്മാർ ഒരുക്കുന്ന ചെണ്ടമേളം മറ്റൊരു പ്രത്യേകതയാണ്. അന്നത്തെ ഈ വാർഷികത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രസിദ്ധ ചിത്രകാരൻ എബി.എൻ. ജോസഫാണ്. മറ്റൊരു പ്രത്യേകത ലീഫ് ആർട്ടാണ്. ലീഫ് ആർട്ട് കൂത്തുപറമ്പിൽ തന്നെ പ്രസിദ്ധ കലാകാരനായ ജിജീഷ് കൂത്തുപറമ്പിന്റെ ലീഫ് ആർട്ട് അതുപോലെ തന്നെ ചിത്ര പ്രദർശനവും സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. കവിയരങ്ങ് പ്രശസ്ത കഥാകാരി ആർ ആതിര ഉദ്ഘാടനം ചെയ്യും. കവിയരങ്ങിൽ പ്രശസ്തരായ 15ഓളം എഴുത്തുകാർ പങ്കെടുക്കും. അന്തരിച്ച പ്രശസ്ത കലാകാരൻ പവിത്രൻ കൂത്തുപറമ്പിന്റെ സ്മരണാർത്ഥം പവിത്രം മണ്ഡപവും നാടക നടനായിരുന്ന കാളി രാഘവന്റെ സ്മരണാർത്ഥം ഒരുക്കിയ മണ്ഡപങ്ങളിൽ വിവിധ പരിപാടികളും അരങ്ങേറും. 7 ദിവസങ്ങളിലായി നടക്കുന്ന വാർഷികാഘോഷത്തിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ കെ ഗീത, വി കെ കുഞ്ഞികൃഷ്ണൻ, വിനോദ് നരോത്ത്, പി കുമാരൻ, ജയപ്രകാശ് പന്തക്ക, വിനോദ് വെള്ളോത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ അർജുൻ പവിത്രൻ ചുമതലയേറ്റു. വൈസ് പ്രസിഡന്റായി MK സൈത്തുവും ചുമതലയേറ്റു. പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി S. നോയയും വൈസ് പ്രസിഡന്റായി KK മണിലാലും ചുമതലയേറ്റു. എതിരില്ലാതെയായിരുന്നു തിരഞ്ഞെടുപ്പ്. പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ് 27-കാരിയായ സ്നോയ. KK ലീല ടീച്ചർ പ്രസിഡന്റായി S. സോനയുടെ പേര് നിർദ്ദേശിക്കുകയും C. രൂപ പിന്താങ്ങുകയുമായിരുന്നു. പന്നന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ് 27-കാരിയായ സ്നോയ. ഭരണാധികാരി കൂടിയായ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VB ജിതിൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സ്നോയായസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. KK പവിത്രൻ മാസ്റ്റർ, A. ശൈലജ, K. രവീന്ദ്രൻ, K. ജയരാജൻ, അഡ്വക്കേറ്റ് K. ഗോപാലൻ, VM ബാബു, KP രമ, NP രാജൻ, ഡോക്ടർ KV ശശിധരൻ, KK മോഹൻകുമാർ, നസീർ ഇടവലത്ത്, KP ലീല, C. രൂപ, C. ബിജുള തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി VM ഷീജ സ്വാഗതം പറഞ്ഞു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി 9-ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട PP സുജയ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. 20-ാം വാർഡിൽ നിന്ന് വിജയിച്ച KV പവിത്രൻ വൈസ് പ്രസിഡന്റായും ചുമതലയേറ്റു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി PP സുജയ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരണാധികാരി സഹകരണ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രജിത് ഭാസ്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശ്രീമതി PP സുജയ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വൈസ് പ്രസിഡന്റായി KV പവിത്രനും ചുമതലയേറ്റു. വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KV പവിത്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം പാനൂരിൽ പ്രകടനത്തോടെ തുടക്കമായി. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കോടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ജില്ലാ സമ്മേളനത്തിന് പാനൂരിൽ പ്രകടനത്തോടെയാണ് തുടക്കമായത്. പൊതുസമ്മേളനം പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ഭേദമന്യേ രൂപീകരിച്ച കേരള സിറ്റിസൺ
സീനിയർ സിറ്റിസൺ ഫോറം എന്ന് പറയുന്ന ഈ ഒരു സംഘടന രൂപീകൃതമായതിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ മുഖത്ത് കാണുമ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു ആഹ്ലാദവും ആ ഒരു നിർവൃതിയും കാണാൻ കഴിയുന്നുണ്ട്. അത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. അത് തന്നെയായാലും ഈ ഒരു സംഘടന വഴി നിങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ, നിങ്ങൾക്ക് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴി നിങ്ങൾക്ക് അതിനുള്ള പ്രയോജനം കിട്ടുന്നു എന്നറിഞ്ഞു. ഇനിയും ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണോ അർഹത, നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, നിങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു ചെയർപേഴ്സൺ എന്ന ഭാഗത്ത് നിന്ന് എല്ലാ പിന്തുണയും ഞാൻ നൽകുന്നതായിരിക്കും. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പത്രിക ശിഖയുടെ പ്രകാശനവും ചെയർപേഴ്സൺ നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അബ്രഹാം തോണക്കര അധ്യക്ഷനായി. VP ചാത്തു മാസ്റ്റർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. ലോകത്തിലെ വയോജന സംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനസംഖ്യാനുപാതത്തിൽ ഈ കുട്ടികളുടെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെക്കാൾ കൂടുതൽ വയോജനങ്ങൾ ഒരു സമൂഹത്തിലുണ്ടാകുമ്പോൾ ആ സമൂഹത്തിലുണ്ടാകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നും നാടിൻ്റെ വികസന പ്രക്രിയയിൽ അവരുടെ യൗവനകാലത്ത് എല്ലാം മറന്നുകൊണ്ട് നാടിനെയും വീട്ടുകാരെയും ഒക്കെ സേവിച്ച, എന്നാൽ വയസ്സായ കാലത്ത്, പ്രായമാകുന്ന കാലത്ത്, കിടപ്പ് രോഗികളാകുന്ന കാലത്ത് തികച്ചും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഡോക്ടർ KV ശശിധരൻ പ്രഭാഷണം നടത്തി. PK പ്രവീൺ, CK രഘുനാഥൻ നമ്പ്യാർ, K മോഹനൻ, K സന്തോഷ്, PV പത്മനാഭൻ, MB ഭട്ടതിരിപ്പാട്, C അച്യുതൻ, TP വിജയൻ എന്നിവർ സംസാരിച്ചു. പാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. അബ്രഹാം തോണക്കര, CK രഘുനാഥൻ നമ്പ്യാർ, മാലൂർ P കുഞ്ഞികൃഷ്ണൻ, മേജർ ജനറൽ T പത്മിനി, ജോസഫ് കോക്കാട്ട്, C അച്യുതൻ, VP ചാത്ത്, ജയചന്ദ്രൻ മട്ടന്നൂർ, TP വിജയൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി N പ്രസീതയും വൈസ് പ്രസിഡന്റായി N സുധീഷും ചുമതലയേറ്റു. എതിരില്ലാതെയാണ് ഇരുവരും തിരഞ്ഞെടുക്കപ്പെട്ടത്. വരണാധികാരിയായ GST റിട്ടേണിംഗ് അസിസ്റ്റന്റ് കമ്മീഷണർ CC ജോഷി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. V ഉദയൻ മാസ്റ്റർ, KK രാജീവൻ, PK മോഹനൻ മാസ്റ്റർ, KP ശശിധരൻ, TT റംല, സംഗീത, കരുണൻ മാസ്റ്റർ, പ്രസന്ന, N സുധീഷ്, നിഖിൽ, മിഫ്താഹ്, സാബുര, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി TD തോമസ് എന്നിവർ സംസാരിച്ചു. CPM ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള, മുൻ പ്രസിഡന്റ് A ശൈലജ എന്നിവർ സ്ഥലത്തെത്തി ഭാരവാഹികൾക്ക് ആശംസകൾ നേർന്നു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി 7ാം വാർഡിൽ നിന്ന് വിജയിച്ച കാട്ടിത്ത് പ്രകാശൻ ചുമതലയേറ്റു. 17ാം വാർഡിൽ നിന്ന് വിജയിച്ച C സഫീറ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കാട്ടിത്ത് പ്രകാശൻ ചുമതലയേറ്റു. വൈസ് പ്രസിഡന്റായി C സഫീറയും ചുമതലയേറ്റു. റിട്ടേണിംഗ് ഓഫീസർ തലശ്ശേരി തഹസിൽദാർ K ഷീബ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും.
ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ ഗഫൂർ മൂലശ്ശേരി സ്ഥാനമേറ്റു. ഗഫൂറിന്റെ പേര് കോൺഗ്രസിലെ CN പവിത്രൻ നാമനിർദ്ദേശം നൽകുകയും മുസ്ലിം ലീഗിലെ സമദ് അറക്കൽ പിന്താങ്ങുകയും ചെയ്തു. ഗഫൂറിന്റെ പേര് കോൺഗ്രസിലെ CN പവിത്രൻ നാമനിർദ്ദേശം നൽകുകയും മുസ്ലിം ലീഗിലെ സമദ് അറക്കൽ പിന്താങ്ങുകയും ചെയ്തു. ഗഫൂറിന് 11 വോട്ടും എതിർ സ്ഥാനാർത്ഥി LDFിലെ AK അജയന് 4 വോട്ടും BJP സ്ഥാനാർത്ഥി AK ഭാസ്കരന് 4 വോട്ടും ലഭിച്ചു. വിമത സ്ഥാനാർത്ഥി P അഫ്സൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്തു. വൈസ് പ്രസിഡന്റായി മുൻ പ്രസിഡന്റ് കൊള്ളുമൽ ബാലന്റെ മകൾ ശ്രേയ ബാലനെ തിരഞ്ഞെടുത്തു. ഗ്രാമപഞ്ചായത്തിലെ കുനിപ്പറമ്പ വാർഡിൽ നിന്നാണ് ഗഫൂർ വിജയിച്ചത്. കടവത്തൂർ ഹൈസ്കൂൾ MSF ജനറൽ സെക്രട്ടറിയായി പൊതുരംഗത്ത് പ്രവർത്തിച്ച ഗഫൂർ പെരിങ്ങളം മണ്ഡലം MSF ജനറൽ സെക്രട്ടറി, പെരിങ്ങളം മണ്ഡലം MSF പ്രസിഡന്റ്, MSF കണ്ണൂർ ജില്ലാ സെക്രട്ടറി, യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, മുസ്ലിം ലീഗ് തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. നിലവിൽ മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറിയും കല്ലിക്കണ്ടി NIM കോളേജിലെ ജൂനിയർ സൂപ്രണ്ടുമാണ്. AV മൂസ ഹാജിയുടെയും മൂലശ്ശേരി കുഞ്ഞിപ്പാത്തുവിൻ്റെയും മകനാണ്. ഉമേബ കിഴക്കയിൽ ഭാര്യയും. വിദ്യാർത്ഥികളായ ഖദീജ യു ഗഫൂർ, ഫാത്തിമ യു ഗഫൂർ, ആയിഷ യു ഗഫൂർ എന്നിവർ മക്കളാണ്. പ്രവർത്തിച്ച പാതയില്ല. അവർ നടത്തിയ പ്രവൃത്തികളുടെ തുടർച്ച എന്നോണം പഞ്ചായത്തിൻ്റെ വികസനത്തിലും പഞ്ചായത്ത് ഒറ്റ യൂണിറ്റായതുകൊണ്ട് പഞ്ചായത്തിൻ്റെ സർവതോന്മുഖമായ വികസനത്തിനും പഞ്ചായത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി എൻ്റെ കഴിവ് ഞാൻ ഉപയോഗപ്പെടുത്തും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തുണ്ടാകും. അതിനുവേണ്ടി നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണം എന്ന് മാത്രം.
മൊകേരിയിലെ പ്രമുഖ തറവാടായ നാമത്ത് പൊന്നൻ തറവാട് വിപുലമായ കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 30 ചൊവ്വാഴ്ച കൂത്തുപറമ്പ് വജ്ര കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന കുടുംബ സംഗമത്തിൽ 1500ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 30 ചൊവ്വാഴ്ച കൂത്തുപറമ്പ് വലിയ വെളിച്ചത്തുള്ള വജ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ കുടുംബ സംഗമം നടത്തും. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA KP മോഹനൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. NPT ചെയർമാൻ നാസർ കൂരാറ അധ്യക്ഷത വഹിക്കും. തുടർന്ന് സയ്യിദ് മുഹമ്മദ് ഹാഫിസ് ജിഫ്തി റഹ്മാൻ തങ്ങളുടെ പ്രഭാഷണവും കുടുംബമിത്രാദികളുടെ വിവിധ കലാപരിപാടികളായ കോൽക്കളി, കഥാപ്രസംഗം, അർബനമുട്ട് എന്നിവയും നടക്കും. കുടുംബസംഗമത്തിന്റെ ഭാഗമായി ഡിസംബർ 25 മൊകേരിയിലുള്ള നാമത്ത് തറവാട് ആസ്ഥാനത്ത് വെച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു. 30-ൽ പരം കുടുംബങ്ങൾ അടങ്ങുന്ന 150ഓളം വീടുകളിലായി 1500-ൽ പരം ആളുകളുള്ള മൊകേരിയിലെ ഈ കുടുംബം മൊകേരിയിൽ തന്നെ ഏറ്റവും വലിയൊരു തറവാട് കുടുംബമാണ്. കുടുംബകണ്ണികൾ സ്വദേശത്തും വിദേശത്തുമായി പരന്നു കിടക്കുകയാണ്. അവരെയൊക്കെ ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് വിപുലമായ കുടുംബസംഗമം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. മൊകേരിയിലെ പ്രമുഖ കുടുംബമായ നാമത്ത് പൊന്നൻ തറവാട് കുടുംബ സംഗമം കുടുംബമിത്രാദികളെ കൊണ്ട് ഒരുമിപ്പിച്ചുകൊണ്ട് ഡിസംബർ 30 ചൊവ്വാഴ്ച വലിയ വെളിച്ചത്തുള്ള വജ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA ആയ ബഹുമാനപ്പെട്ട KP മോഹനൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം NPT ചെയർമാനായ നാസർ കൂരാറ അധ്യക്ഷത വഹിക്കും. തുടർന്ന് സയ്യിദ് മുഹമ്മദ് ഹാഫിസ് ജിഫ്തി റഹ്മാൻ തങ്ങളുടെ പ്രഭാഷണവും കുടുംബമിത്രാദികളുടെ വിവിധ കലാപരിപാടികളും അതിൽ കോൽക്കളി, കഥാപ്രസംഗം, അർബനമുട്ട് എന്നിവ ഉണ്ടായിരിക്കുന്നതായിരുന്നു. ഈ കുടുംബസംഗമത്തിൻ്റെ ഭാഗമായി ഡിസംബർ 25 മൊകേരിയിലുള്ള നാമത്ത് തറവാട് എന്ന ആസ്ഥാനത്ത് വെച്ച് ഒരു വലിയൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയുണ്ടായി. ഈ കുടുംബ തറവാടിൽ 30-ൽ പരം കുടുംബങ്ങൾ അടങ്ങുന്ന 150ഓളം വീടുകളിലായി 1500ഓളം പരം ആളുകൾ മൊകേരിയിലെ ഈ കുടുംബം മൊകേരിയിൽ തന്നെ ഏറ്റവും വലിയ ഒരു തറവാട് കുടുംബമാണ്. കുടുംബത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക എന്നതും സംഗമത്തിന്റെ ലക്ഷ്യമാണ്. വാർത്താ സമ്മേളനത്തിൽ കുടുംബ കമ്മിറ്റി ചെയർമാൻ നാസർ കൂരാറ, കൺവീനർ മഹറൂഫ് പോതിയാൽ, വൈസ് ചെയർമാൻ KK മഹറൂഫ്, PK ഹംസ എന്നിവർ സംബന്ധിച്ചു. SNDP യോഗം പാനൂർ യൂണിയൻ പ്രഥമ സെക്രട്ടറിയായിരുന്ന CM രാജൻ മാസ്റ്ററുടെ 10ാം ചരമവാർഷികം ആചരിച്ചു. പാനൂർ യൂണിയൻ സെക്രട്ടറി ശശീന്ദ്രൻ പാട്യം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം പാനൂർ യൂണിയൻ പ്രഥമ സെക്രട്ടറിയായിരുന്ന CM രാജൻ മാസ്റ്റർ ശ്രീനാരായണ ദർശനത്തിന്റെയും സന്ദേശങ്ങളുടെയും മാർഗദർശകനും മാതൃകയുമായിരുന്നെന്ന് പാനൂർ യൂണിയൻ സെക്രട്ടറി പാട്യം ശശീന്ദ്രൻ പറഞ്ഞു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം പ്രായോഗികമാക്കിയത് ഇവിടെ വെച്ചിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകിക്കൊണ്ട് എത്രയോ പാനൂരിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നടത്തിയിട്ട് ആ പഠനം രാജൻ മാഷ് സുഖമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എത്രയോ ആൾക്കാർ അതിലൂടെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്ക്, മൈക്രോ ഫൈനാൻസിലെ സ്ത്രീകൾക്ക് ജോലി സ്വാശ്രയശീലരാക്കാൻ വേണ്ടി ചെറിയ തൊഴിൽ സംഘടിപ്പിക്കാനായി രാജൻ മാഷും നാണുവേട്ടനും അക്കാലത്ത് പ്രസിഡന്റ് സെക്രട്ടറി ആയ കാലത്ത് നമുക്കറിയാം, നാണുവേട്ടൻ്റെ ആ ബിൽഡിങ്ങിൽ വെച്ച് ചന്ദനത്തിരി നിർമ്മാണം, കുറേ ആൾക്കാർ ചന്ദനത്തിരി എങ്ങനെ ഉണ്ടാക്കും എന്ന് പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരെ കൂടുതൽ സ്വാശ്രയശീലരാക്കാനും സമ്പന്നരാക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി തുണി കൊണ്ട് വന്നിട്ട്, കോഴിക്കോട് പോയിട്ട് തുണി കൊണ്ട് വന്നിട്ട് തുണി പാനൂര് യൂണിയൻ ഓഫീസിൽ വെക്കുകയും അവിടുന്ന് ഓരോ ശാഖയിലേക്കും തുണി വിൽപ്പന നടത്തുകയും അതിലുള്ള ലാഭം അതത് യൂണിറ്റുകൾക്ക് നൽകുകയും അവരെ അങ്ങനെ എപ്പോഴും ഒരു മോട്ടീവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം രാജൻ മാഷ് നടത്തിയിട്ടുണ്ട്. ചടങ്ങിൽ പാനൂർ യൂണിയൻ പ്രസിഡന്റ് BK ജനാർദ്ദനൻ അധ്യക്ഷനായി. രാജൻ മാസ്റ്ററുടെ പത്നി CK ലക്ഷ്മി ടീച്ചർ പങ്കെടുത്തു. KP ശശീന്ദ്രൻ, യോഗം ഡയറക്ടർ KK സജീവൻ, ചെറുവാഞ്ചേരി ശാഖാ സെക്രട്ടറി K കൃഷ്ണൻ, മൊകേരി ശാഖാ പ്രസിഡന്റ് KC രമേശൻ, പൊയിലൂർ യൂണിയൻ പ്രസിഡന്റ് വാസു പൊയിലൂർ, ചെറുവാഞ്ചേരി ശാഖാ പ്രസിഡന്റ് പൂവത്താൻ വത്സൻ, E മനീഷ് എന്നിവർ സംസാരിച്ചു. പാനൂർ ശാഖാ പ്രസിഡന്റ് K സുരേന്ദ്രൻ സ്വാഗതവും യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് MK രാജീവൻ നന്ദിയും പറഞ്ഞു. കടവത്തൂർ VHSSൽ NSS സപ്തദിന ക്യാമ്പ് ഹൃദ്യത്തിന് തുടക്കമായി. യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്ക് വേണ്ടി എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ ക്യാമ്പ്.
പാലത്തായി UP സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. കടവത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന് ഹൃദ്യമായ തുടക്കം. യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കു വേണ്ടി എന്ന പ്രമേയത്തിലാണ് ഇത്തവണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പാലത്തായി UP സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ 7 ദിവസങ്ങളിലായാണ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. സപ്തദിന സഹവാസ ക്യാമ്പ് വാർഡ് അംഗം VK ആരിഫ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നാസർ പുത്തലത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സുഭാഷ് ചന്ദ്രബോസ് സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ PG സിജി ക്യാമ്പ് ബ്രീഫിംഗും നടത്തി. നമ്മൾക്ക് രാവിലെ തന്നെ ഐസ് ബ്രേക്കിംഗ് നിന്ന് നമുക്ക് സമയം കുറച്ച് കുറവുണ്ട്. പിന്നെ നമ്മൾക്ക് വിചാരിക്കുന്ന ഐസ് ബ്രേക്കിംഗ് ഏറ്റവും എഫിഷ്യന്റ് ആയ ഒരാളെ കിട്ടാൻ വേണ്ടി കൂടെ കാത്തിരുന്നിട്ട് നമുക്ക് നാളെ രാവിലെ കിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, നമ്മുടെ ഈ സ്കൂളിന്റെ തന്നെ PTA പ്രസിഡന്റ് ആണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, രാജേഷ് കുളങ്ങര എന്ന് പറഞ്ഞ സാറാണ്. സാർ ഇന്ന് 3 സ്ഥലത്ത് പോകാനുണ്ട്. അതുകൊണ്ട് സാറിനെ തന്നെ വേണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ നാളെ രാവിലെ ആണ് ഐസ് ബ്രേക്കിംഗ് നടക്കുക. രാവിലെ 9 മണിക്ക് ഉണ്ടാവും. ഉച്ചവരെ സാറിന്റെ സെഷനാണ്. അതിനുശേഷം നമ്മളുടെ പ്രോഗ്രാം സുഹൃതം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അത് നമ്മൾ ഒരു അനാഥ അല്ലെങ്കിൽ വയോജന മന്ദിരത്തിലേക്ക് പോകുക എന്നുള്ളത് സുഭാഷ് സാർ സൂചിപ്പിച്ചതുപോലെ NSSന്റെ സെല്ല് ഒരുപാട് വിവിധ പദ്ധതികളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരുപാട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതുമായ, കുട്ടികൾക്ക് അനുഭവത്തിലൂടെ പഠിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് തരുന്നത്. അതിലൊന്നാണ് സുഹൃതം. പാലത്തായി UP സ്കൂൾ പ്രധാനാധ്യാപകൻ ബിജോയ്, പൊട്ടങ്ങണ്ടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ റമീസ് പാറാൽ, കടവത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മദർ PTA പ്രസിഡന്റ് നസീജ ഇക്ബാൽ, പാലത്തായി UP സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി CP രജീഷ്, കടവത്തൂർ VHSS സ്റ്റാഫ് സെക്രട്ടറി KP സൈഖ തുടങ്ങിയവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ, PTA പ്രസിഡന്റ്, പ്രിൻസിപ്പൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും. ക്യാമ്പിൽ വിമുക്തി സെല്ലുമായി സഹകരിച്ച് വളണ്ടിയർമാർ വർജ്യം എന്ന പേരിൽ മയക്കുമരുന്നിനെതിരെ കടകളിൽ ഡ്രാങ്ലേഴ്സ് പതിക്കുകയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് വീടുകളിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യും. KSEBയുമായി സഹകരിച്ച് വൈദ്യുതി അപകടരഹിത കേരളം ജാഗ്രതാ സന്ദേശം സർവേ, ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് കൃത്രിമ സൗന്ദര്യവർദ്ധക ഉൽപ്പന്ന ഉപയോഗത്തിനെതിരെ ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിൻ, സായന്തനം എന്ന പേരിൽ IAPC ചാപ്റ്ററും പാലിയം ഇന്ത്യയുമായി സഹകരിച്ച് മുഴുവൻ വളണ്ടിയർമാർക്കും ജെറിയാട്രിക് ആൻഡ് പാലിയേറ്റീവ് കെയർ പരിശീലനം, ഫയർ ആൻഡ് റെസ്ക്യൂവുമായി സഹകരിച്ച് അടിയന്തര ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ പരിശീലനം, സുകൃതം എന്ന പേരിൽ അനാഥ വയോജന മന്ദിരത്തിലേക്ക് സ്നേഹ സന്ദർശനം, സാഗൂതം എന്ന പേരിൽ മൃഗസംരക്ഷണ ഫാമിലേക്ക് സന്ദർശനവും നൈപുണി പരിചയവും, മാനസഗ്രാമം സർവേ ആസ്പദമാക്കി ഹരിതകർമ്മ സേനക്കാർ, ആശാവർക്കർമാർ, പുതിയ ജനപ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ച് വെൽഫെയർ പാർലമെന്റ് തുടങ്ങിയവയും നടത്തും. പാലത്തായി പുഴയിൽ തടയണ നിർമ്മാണം, റോഡ് ശുചീകരണം തുടങ്ങി നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും വളണ്ടിയേഴ്സിന്റെ വ്യക്തിത്വ വികസനത്തിനുതകുന്ന നിരവധി ക്ലാസുകളും സ്കിൽ സെഷനും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ സർവേകൾക്കായി വളണ്ടിയേഴ്സ് 250 ഭവനങ്ങൾ സന്ദർശിക്കും. നോ ടു ഡ്രഗ്സ് നാടകവും കുട്ടികൾ സമൂഹത്തിനായി കാഴ്ചവെക്കും. യുവ കവയിത്രി നൈനിക പുത്തൂർ രചിച്ച ആത്മഗീതങ്ങൾ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ഞായറാഴ്ച നടക്കും. പുത്തൂർ കുണ്ടുങ്കര ശ്രീനാരായണ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങ് KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത കവി സോമൻ കടലൂർ പുസ്തകം പ്രകാശനം ചെയ്യും. ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം ഏറ്റുവാങ്ങും. കവയിത്രിയെ ശ്രീനാരായണ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് MM നാണു അനുമോദിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗം PK മുഹമ്മദ് അലി പുസ്തക പരിചയം നടത്തും. പഞ്ചായത്ത് അംഗങ്ങളായ KC ബിന്ദു, PP ഷീന, KP സമീറ, പാനൂർ നഗരസഭാ കൗൺസിലർ ശൈലജ മടപ്പുര എന്നിവരടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. 100ഓളം കവിതകളുടെ സമാഹാരം പുസ്തക പ്രകാശനം നാളെ വൈകിട്ട് നടത്തപ്പെടുകയാണ്. പുത്തൂർ ശ്രീനാരായണ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും സ്പോർട്ടിംഗ് വൈറ്റേഴ്സിൻ്റെയും നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കൂത്തുപറമ്പ് MLA KP മോഹൻ അവർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ചടങ്ങിൽ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് പ്രശസ്ത കവി സോമൻ കടലൂരാണ്. പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ MM സുനിൽകുമാർ, PK തിലകൻ, നൈനിക പുത്തൂർ, M വിനീഷ്, അരുൺ എന്നിവർ സംബന്ധിച്ചു.
മേലൂട്ട് ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ്സ്, കലാപരിപാടികൾ എന്നിവയും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. മേലൂട്ട് ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ്സ് നടന്നു. ചടങ്ങിൽ കേരള ആധ്യാത്മിക പ്രഭാഷക സമിതി അംഗം രഞ്ജൻ കായനാടത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. ശ്രീ മുത്തപ്പച്ചരിതം എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടന്നത്. അച്ഛൻ പറഞ്ഞതും അവിടെയുണ്ടായ വഴക്കുകളൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ ക്രോധാക്രാന്തനായ അതീഷ്ണമായ ജ്വലിക്കുന്ന കണ്ണുകളോടെ മുത്തപ്പൻ പിതാവിൻ്റെ വാഴുന്നവരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ മുത്തപ്പൻ പുറത്തു നോക്കിയപ്പോൾ വൃക്ഷങ്ങളൊക്കെ കരിയുകയാണ് ഈ കണ്ണിൻ്റെ ദൃഷ്ടിയാൽ. അത്രയും തേജസ്സായിരുന്നു ആ രൗദ്രഭാവത്തിന്. അങ്ങനെ വാഴുന്നവരുടെ അടുത്തേക്ക് പോയപ്പോൾ അമ്മ മകനെ ശാന്തനാക്കി പറഞ്ഞു, മകനെ, ഇനി നീ ഇവിടെ നിൽക്കണ്ട, നീ ഉയർച്ചയുള്ള ഏതെങ്കിലും മലയിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. ഏതെങ്കിലും മലനാട്ടിലേക്ക് നീ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞത് കുന്നത്തൂർപ്പാടിയിലെ മലയിലേക്ക് പോകാനാണ്. അങ്ങനെ അമ്മ ഒരു ഉപദേശം നൽകി. അശരണർക്ക് മോക്ഷം നൽകാനായി അവതരിച്ച നിനക്ക് ഈ അരിശം, ഈ കോപം പാടില്ല മകനെ. അതുകൊണ്ട് നിന്റെ ദൃഷ്ടിയിൽ പൊയ്ക്കണ്ണ് ധരിക്കണം എന്ന് പറയും. ആ കണ്ണിൽ അത്ര തീഷ്ണതയായിരുന്നു. നമ്മൾ പറയുന്നത് അത്രക്കും പവറായിരുന്നു. ആ ഒരു ചൈതന്യം തുറങ്ങുന്ന ആ ശരീരത്തിൽ ആ തീഷ്ണമായ കണ്ണുകളുണ്ടായിരുന്നു. അങ്ങനെ മാതാവ് വെള്ളിയിൽ 2 പൊയ്ക്കണ്ണ് നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ ആ പൊയ്ക്കണ്ണുമായിട്ടാണ് മുത്തപ്പൻ യാത്ര തിരിക്കുന്നത്. അതായത് തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാൻ അശരണരെയും ദീനരെയും ദുഃഖിതരെയും സഹായിക്കുവാനും അതുപോലെ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാനും ഒക്കെയായിരുന്നു ആ യാത്ര. ആ അമ്മയ്ക്ക് മകനെക്കുറിച്ച് അറിയാമായിരുന്നു, ഈശ്വര ചൈതന്യമാണ് മകനിലുള്ളത് എന്ന്. മേലൂട്ട് ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രസിഡന്റ് കെ എം ധർമ്മപാലൻ അധ്യക്ഷനായി. ഭക്തജനങ്ങളുടെ ഏറിയ കാലത്തെ ആഗ്രഹമാണ് ഈ പുതിയ കമ്മിറ്റിക്ക് നിറവേറ്റാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഈ ഗ്രൗണ്ട് നമുക്ക് കിട്ടിയത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, മുൻപ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുകൂടെ ഒരാളാണ് ഈ ഗ്രൗണ്ട് വിലക്ക് വാങ്ങിച്ചത്. അതിനുശേഷം നമ്മളെ ഉത്സവ സമയത്തുള്ള എല്ലാ പരിപാടികളും ഗ്രൗണ്ടിൽ പാർക്കിങ്ങും കാര്യവും ആൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തതെന്നാണ്. ഇപ്രാവശ്യവും ഈ ഗാനമേള നടത്തുന്ന കാര്യവും അവരെ അറിയിച്ചതിന് ശേഷം അവർക്ക് ഭയങ്കര ഇഷ്ടം കൂടിയായിരുന്നു. എന്ത് തന്നെയാലും മുത്തപ്പൻ്റെ ഈ അടുത്ത് തന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലം ലഭിച്ചത് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവരോട് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതെന്താണെന്ന് വെച്ചാൽ, മേലൂട്ട് മടപ്പുര ഏതാണ്ട് തലശ്ശേരിക്ക് മാത്രമല്ല, തലശ്ശേരി കാത്തും പുറത്തുള്ള ആൾക്കാർക്ക് എന്നും വളരെ വളരെ വിലപ്പെട്ട ഐശ്വര്യം ചൊരിയുന്നൊരു മടപ്പുര കൂടിയാണ്. ജഗന്നിവാസ്, റനിത ദിവാകരൻ, PC ദിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മടപ്പുര സെക്രട്ടറി കെ ലിജിൻ സ്വാഗതവും ആഘോഷ കമ്മിറ്റി കൺവീനർ അനൂപ് മാധവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പാഷാണം ഷാജി, പ്രശാന്ത് കാഞ്ഞിരമറ്റം, പ്രസാദ് മുഹമ്മ, മായ എന്നിവർ നയിച്ച മ്യൂസിക്കൽ കോമഡി ഹംഗാമയും അരങ്ങേറി. സാവിത്രിയെ കെട്ടിയോൻ അവൻ എന്നെ വീഡിയോ കോളിൽ വിളിച്ചു കൊടുത്ത പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷന്മാർ ചുമതലയേറ്റു. വൈസ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തെ മാറ്റിമറിച്ച പിണറായി പാറപ്പുറ സമ്മേളനത്തിന്റെ 86ാം വാർഷികാചരണം ഞായറാഴ്ച. പിണറായിയിലും പാറപ്പുറത്തും പ്രത്യേക പരിപാടികൾ.
വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ഈ സർക്കാർ നിരവധി നയപരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് KP മോഹനൻ MLA. സീനിയർ സിറ്റിസൺ ഫോറം 29ാം ജില്ലാ സമ്മേളനം പാനൂരിൽ നടന്നു. തലശ്ശേരി സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി തലശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ സംഘടിപ്പിക്കുന്ന സഹകരണോത്സവം ഡിസംബർ 31-ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.